നമ്മൾ ദേഹത്ത് തേക്കുന്ന സോപ്പിൻ്റെ പത കഴുകിക്കളയാനാണ് സോപ്പ് തേക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ സോപ്പിൻ്റെ പത അവിടെ ഇരുന്നാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈ സ്കിന്നുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. കുളി കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. രാവിലത്തെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നല്ല വിശപ്പോടുകൂടി തന്നെ കഴിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന രീതി എന്തുണ്ടെങ്കിലും, ഒരു ചായ പോലും കുടിക്കുന്ന രീതി ഉണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കണം. രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലമോ അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി എന്തെങ്കിലും കഴിക്കുന്ന ശീലമോ ഒക്കെ നല്ലതല്ല. പലരും അസിഡിറ്റി കൂടുതലായി കാണുന്നത് ഇത്തരം ചില ഭക്ഷണ ശീലങ്ങൾ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. നേരം വെളുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വെറും വയറ്റിൽ നല്ല ചൂടോടെ അല്ലെങ്കിൽ നല്ല എരിവോടെ പാലുൽപ്പന്നങ്ങളും ചേർന്നുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഒരിക്കലും ആരോഗ്യത്തെ ഉണ്ടാക്കുന്ന ഒന്നല്ല. അപ്പോൾ പിന്നെ കുളിച്ചതിന് ശേഷമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പം ദഹിക്കുന്ന, അതുപോലെ തന്നെ ആവിയിലൊക്കെ ഉണ്ടാക്കുന്ന ആഹാരങ്ങളായിരിക്കും കൂടുതൽ നല്ലത്. ഉഴുന്ന് കൊണ്ടുള്ള ആഹാരങ്ങൾ അത്ര നല്ലതല്ല. ആ സമയത്തല്ല കിഴങ്ങുവർഗ്ഗങ്ങളും മറ്റുമൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ മിനിമം ഭക്ഷണം, ഏറ്റവും എളുപ്പം ദഹിക്കുന്നത്, എണ്ണയിലൊന്നും അധികം വറുക്കാത്തത്, അത്തരത്തിലുള്ള ഇപ്പോൾ ആവിയിലുണ്ടാക്കുന്ന പറയുമ്പം പുട്ടോ അല്ലെങ്കിൽ ഇടിയപ്പമോ അങ്ങനെയുള്ളതൊക്കെ ആകാം. ഉഴുന്ന് ചേർക്കാത്തതെന്ന് പറയുമ്പോൾ ഉഴുന്ന് കുറച്ചുകൊണ്ടെങ്കിലും ഇഡലിയോ ദോശയോ ഒക്കെ ആകാവുന്നതാണ്. അത്തരം ആഹാരങ്ങൾ രാവിലെ കഴിക്കുക. അതിനുശേഷം അധ്വാനത്തിനോ അല്ലെങ്കിൽ പഠിക്കാനോ ഉള്ളവർ ആ രീതിയിലേക്ക് പോവുക. നമ്മുടെ പൊതുവായൊരു സ്വഭാവത്തിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, അതോടൊപ്പം ജീവിത രീതികളൊക്കെ മാറി, അധ്വാനത്തിൻ്റെ സ്വഭാവം മാറി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് രാത്രിയിലാണ്. ഏറ്റവും ഹെവി ആയിട്ടുള്ള ഫുഡ് രാത്രിയിൽ കഴിച്ചുകൊണ്ട് ഉടനെ തന്നെ കിടന്നുറങ്ങുന്ന ശീലം ഇന്ന് കേരളത്തിൽ അധികരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. മിക്കവാറുമുള്ള വേദനകളൊക്കെ അതല്ലെങ്കിൽ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ രാത്രി ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നുറങ്ങുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് രാത്രിയിൽ കൃത്യമായി ഉറങ്ങുന്നതിന് സമയം ഫിക്സ് ചെയ്യുക. ഇപ്പോൾ രാത്രി 10 മണിക്ക് ഉറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുമ്പാണ് രാത്രിയിലെ ഭക്ഷണം കഴിക്കേണ്ടത്. രാത്രിയിലെ ഭക്ഷണവും മിതമായത് തന്നെ കഴിക്കണം. ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത് രാത്രിയിലും ഞാൻ രാവിലെ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം കേരളത്തിൽ ഉള്ള ആൾക്കാർ കൊടുക്കുന്നത് എന്നുള്ളത് തന്നെ പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ കൂടുതലായി ഉണ്ടാക്കുവാൻ കാരണമാണ്. ഈ അരി മാറ്റി ഗോതമ്പാക്കുക, അല്ലെങ്കിൽ അരി കൊണ്ടുള്ള ദോശ മാറ്റി അരി അരയ്ക്കുന്നത് മാറ്റിയിട്ട് അരി പൊടിച്ചതാക്കുക അല്ലെങ്കിൽ ചോറാക്കുക, ഇങ്ങനെയുള്ള രീതികളാണ് കൂടുതലും കാണുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ട് വെജിറ്റബിൾസിനും മറ്റുള്ള ഭക്ഷണത്തിനുമൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അപ്പോൾ രാത്രിയിലെ ആഹാരം വളരെ കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് 1.5 മണിക്കൂറിന് ശേഷം കിടക്കുക. കിടക്കുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷനോ അതുപോലുള്ള ബുദ്ധിമുട്ടുകളോ ഇല്ല എങ്കിൽ ഒരു 1/4 ഗ്ലാസ്സെങ്കിലും ചുക്കുവെള്ളം കുടിക്കുന്നത് ദഹനത്തെ വളരെ നല്ല പ്രൊമോട്ട് ചെയ്യുന്നതും വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളെയും വേദനയും ഒക്കെ കുറയ്ക്കുന്നതുമാണ്.